പോയി. ഇനി ഞാൻ എന്റെ ജീവിതം പോവുകയാണ്, എന്റെ ഞാൻ നിൽക്കും. കൊടുസിന് മുതല് ഷിബു വരെ കുടുങ്ങും. സത്യം. നല്ലൊരു ഭർത്താവ്, 3 കുട്ടികളും, സുഖസുന്ദരമായിട്ടുള്ള ജീവിതം. ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പാവം ഭർത്താവിനോട് ചോദിച്ച് ഞാൻ പഠിക്കാൻ പോട്ടെ. പഠിക്കാൻ പോയ സമയത്ത് ആദിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് പ്രണയത്തിലായി. സ്വന്തം ഭർത്താവിനെയും 3 മക്കളെയും വേണ്ടാന്നുള്ള വാശിയും കൊണ്ട് ആദിലിന്റെ കൂടെ ഇറങ്ങിപ്പോയി. അവസാനം കൊടും ക്രൂരനായ ആദില് വെറും ലഹരിക്കടിമയാണ്, അത്രയും മോശപ്പെട്ട ഒരാളാണെന്നുള്ളത് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് പോറ്റി വളർത്തിയ ഉമ്മാനെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലേക്ക് വരുന്നതാണ്. ആ വാക്ക് സ്വന്തം മാതാവിനോട് പറഞ്ഞ് പിറ്റേ ദിവസം ഈ പെണ്ണ് തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു കാരണവശാലും ഈ പെണ്ണിന് തൂങ്ങി മരിക്കാനോ ജീവിതം അവസാനിപ്പിക്കാനോ പറ്റൂല. ഇത് 100% ഒരു കൊലപാതകമാണെന്നുള്ളത് അടിവരയിട്ട് പറയാം. പിന്നെ ഇതിൽ പറയുകയും ചെയ്യുന്നുണ്ട്, കൊടുസുനീന്റെ പേരും ഷിബുവിന്റെ പേരല്ലോ. ഈ ആദിൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പല പേരുകളും പുറത്തു വരാതിരിക്കുക ഈ പെണ്ണിനെ കെട്ടിത്തൂക്കിയതാന്നുള്ളത് അരിഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും. പോയവള് പോയി. പോവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും പഞ്ചാര വാക്ക് പറഞ്ഞിട്ട് കാമുകന്റെ വാക്ക് കേട്ടിട്ട് തുണിയഴിച്ചിട്ട് സ്വന്തം ഭർത്താവിനെ മറന്നിട്ട് പലതും കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലായിക്കും. ഇഞ്ഞോട് ചിലപ്പോൾ ഇന്റെ ഭർത്താവ് പഞ്ചാര വാക്കു കട്ടത്താടിയും കൂളിംഗ് ഗ്ലാസ് ഒന്നും വെക്കാണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ട്. എന്നാലും 3 നേരം തിന്നുവാനും സുഖസുന്ദരമായിട്ട് കടന്നുറങ്ങാനും താലോലിക്കും മക്കളും എനിക്കുണ്ടെങ്കിൽ അതെല്ലാം മറന്നുകൊണ്ട് 5ഉം 10ഉം പെണ്ണിന് ഒരേ സമയം പഞ്ചാരടിക്കാൻ പറ്റുന്ന ചില കാമുകന്റെ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. വീട് വിട്ടിറങ്ങാനും നാട് വിട്ടിറങ്ങാനും നിൽക്കണ്ട. കള്ളു കുടിച്ചോനെ മുത്തം വെക്കുമ്പോൾ എനിക്ക് എന്റെ മൂക്കുകൾ കൊണ്ട് മനസ്സിലാവും ഇപ്പം കള്ളു കുടിച്ചിട്ടുള്ളതെന്ന്. ഞരമ്പ് കുത്തിവെച്ചതും ഗുളികയായിട്ട് വയറ്റിപ്പോയതും പൊടിയായിട്ട് മൂക്കിലേക്ക് പോയതുണ്ടല്ലോ. എല്ലാ സുഖസുന്ദരമായിട്ടുള്ള ജീവിതം ഉപേക്ഷിച്ചിട്ട് ആ കാമുകന 4-ഇഞ്ച് സ്ക്രീനിൽ ദൂരെ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓന്റെ ജീവിതത്തിലേക്ക് ഇനി ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത് ഇവൻ ഇത്രയും ക്രൂരനാന്നുള്ളത്. ഇൻസ്റ്റഗ്രാമിൽ ഇഞ്ഞൊന്ന് തട്ടയച്ചു കഴിഞ്ഞാൽ എന്റെ മുടിയെ വർണ്ണിക്കാനും എന്റെ കണ്ണുകളെ വർണ്ണിക്കാനും എന്റെ ചുണ്ടുകളെ വർണ്ണിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. ചാറ്റവും പലരും ഉണ്ടാവും. പോറ്റുവന പ്രവാസിയായ ഭർത്താവോ അല്ലെങ്കിൽ രാവിലെ തൊട്ട് രാത്രി വരെ സ്വന്തം മക്കൾക്കും സ്വന്തം ഭാര്യക്കും വേണ്ടിയിട്ട് സ്വന്തം ശരീരവും സ്വന്തം ആഗ്രഹങ്ങളും മാറ്റി വെച്ചിട്ട് ജോലിക്ക് പോയിട്ട് വൈകുന്നേരം അടുത്ത് വന്ന് കിടക്കും. പെർഫ്യൂമിന്റെ മണയില്ലെങ്കിൽ ആ വിയർപ്പിന് ഒരുപാട് ഭംഗിയാ. കാരണം ആ സ്നേഹത്തിൽ കളങ്കം ഉണ്ടാവില്ല. വീട് വിട്ടിറങ്ങുന്ന മുന്നേ പണ്ട് വീട് വിട്ടിറങ്ങി പോയവരെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി.